ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. എനിക്ക് ലഭിച്ച ഒരു ഓഡിയോ മെസ്സേജ് എന്നിൽ ഉണർത്തിയ ചിന്തകൾ, പ്രതികരണങ്ങളാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് ആ വീഡിയോ, ആ ഓഡിയോ നിങ്ങളുമായി പങ്കിട്ടിട്ട് അനുബന്ധ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നതാണ് ഉചിതമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങളുമായി പങ്കിടുന്നതിന് അതയച്ച എൻ്റെ സുഹൃത്തിനോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം ആരാണ്? ഞാൻ ഐഡൻറ്റിറ്റി ആരുടെയും വെളിപ്പെടുത്താറില്ല. അത് എൻ്റെ എഡിറ്റോറിയൽ പോളിസിയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ തന്നെ സ്വരത്തിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാകത്തക്കവണ്ണം ഒരു വോയിസ് മെസ്സേജാണ് നൽകിയിരിക്കുന്നത്. ഞാൻ അത് നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട വാത്സന്തംബു സാറേ, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ സാറിനെ വിളിക്കാനുണ്ടായ കാരണം എൻ്റെ സുഹൃത്തുമായിട്ടുണ്ടായുള്ള ഒരു ടെലിഫോൺ സംഭാഷണമാണ്. അദ്ദേഹം US-ലാണ്. നേരത്തെ മർത്തോമാ സഭയുടെ അംഗമായിരുന്നു, ഇപ്പോൾ മറ്റൊരു ചർച്ചിൻ്റെ അംഗമാണ്. ഫോണിൽ ഞങ്ങൾ സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മളിനി കുറച്ച് ആത്മീയം സംസാരിക്കാമെന്ന് എന്നോട് പറഞ്ഞു. ശരിയെന്ന് ഞാനും പറഞ്ഞു. അദ്ദേഹം സംസാരിക്കുന്നത് ഈ ലോകമുണ്ടായിട്ട് 6,000 വർഷം, 6025 വർഷം കഴിഞ്ഞു. കർത്താവ് എത്രയും പെട്ടെന്ന് വരും, നമ്മൾ മരിച്ചു പോകും. അതുപോലെ തന്നെ 7 വർഷം കർത്താവിനോടൊത്ത് ഇവിടെ വസിക്കും. പിന്നെ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് 1000 വർഷം വസിക്കും. അത് കഴിയുമ്പോൾ ന്യായവിധിയുണ്ട്. അത് കഴിഞ്ഞ് നരകത്തിൽ നമ്മളെ വിടും, സ്വർഗത്തിൽ പോകാനുള്ള ഒരു സ്വർഗത്തിലേക്ക് പോകും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ബൈബിളിനെ കുറിച്ച് വലിയ പാണ്ഡിത്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് തർക്കിക്കുവാനായിട്ട് മുതിർന്നില്ല. എന്നാൽ അല്പസ്വല്പം ബൈബിളിനെ കുറിച്ച് ഞാനും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനേക്കാൾ ഉപരിയായി അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം അമേരിക്കയിൽ വെച്ച് ഒരു സ്ത്രീയെ പരിചയപ്പെടുകയും അവരുടെ ഒരു സാക്ഷ്യത്തിൽ അവർ 4 മണിക്കൂർ മരിച്ച് അവരുടെ ആത്മാവ് ദേഹിയെ വിട്ട് സ്വർഗത്തിൽ പോയി സ്വർഗം കണ്ട് തിരിച്ച് മടങ്ങി വന്നു, ദേഹിയിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. അവർ പറയുന്നു അവർ സ്വർഗത്തിൽ നിന്ന് വരാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയുന്നു. അവന് സ്വർഗം വളരെ മനോഹരമാണ് എന്നൊക്കെയാണ് പുള്ളിയുടെ പക്ഷം. അതുപോലെ അദ്ദേഹം പറഞ്ഞു, 4-ൽ പരം ആളുകൾ ഓൾറെഡി പ്രവചിച്ചിരിക്കുന്നു അമേരിക്കയിൽ വലിയ ക്ഷാമം നേരിടാൻ പോകുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഫോൺ സംഭാഷണത്തിന് ശേഷം അദ്ദേഹം എനിക്ക് ഭക്ഷണം സ്റ്റോർ ചെയ്യാനുള്ള ലിസ്റ്റും അയച്ചു തന്നു. അപ്പോൾ ഞാൻ ആകെ ചിന്താക്കുഴപ്പത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഇമാതിരി ചിന്തകൾ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് സാധാരണ കാണുന്ന ഒരു സന്തോഷമൊന്നുമില്ല. ആകെപ്പാടെ പിരിമുറുക്കത്തോടും ഒരുമാതിരി വിഷമത്തോടും ഒരു ഗ്രേസ് ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. സാറ് ഈ ഒരു കാര്യത്തെപ്പറ്റി എനിക്കൊരു വ്യക്തമായ മറുപടി നൽകി തരുമെന്ന് വിശ്വസിക്കുന്നു. വിശദമായ ഒരു മറുപടി ഞാൻ കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് ലഭിച്ച ദൂത് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ്. ഇതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം? നിങ്ങൾ പറ. ഇതിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അല്ല, നിങ്ങൾ പറ. എന്നാൽ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടെ അല്പം ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇതിൽ പ്രതിപാദിക്കപ്പെടുന്ന മനുഷ്യ അവസ്ഥ മതത്തിൻ്റെ സംഭാവനയാണ് എന്നത് വിവാദത്തിന് അതീതമാണ്. ഈ വീഡിയോ ക്ലിപ്പിൽ പരാമർശിക്കപ്പെടുന്ന 4-5 വ്യക്തികൾ, സുഹൃത്ത് കണ്ട സ്ത്രീക്ക് പരിചയമുള്ള പ്രത്യേകമായ വെളിപ്പാട് ലഭിച്ച 4 പേർ, അങ്ങനെ നോക്കുമ്പോൾ അവരെല്ലാവരും മതത്തിൻ്റെ കുടക്കീഴിൽ വസിക്കുന്ന ആളുകളാണ്. അവരുടെ അവസ്ഥ എന്താണ്? ഇത് ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നുവെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുമായിരുന്നില്ല. ഇതിലെല്ലാവരുടെയും ശ്രദ്ധ അർഹിക്കുന്ന ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കും.
ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി വളരെ വളരെ അടിസ്ഥാനപരമായ ചില ചിന്തകൾ ഏവരുമായി ഞാൻ പങ്കിട്ട് കൊള്ളട്ടെ. നിങ്ങൾ ദയവായി ശ്രദ്ധയോടും സഹിഷ്ണുതയോടും കൂടെ ഈ അന്വേഷണത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, മനുഷ്യന് എല്ലാ വ്യക്തികൾക്കും ലഭിച്ചിട്ടുള്ള കഴിവുകളിൽ മുഖ്യമെന്ന് ലോകത്തെമ്പാടും എല്ലാവരും സമ്മതിക്കുന്നത് 2 കഴിവുകളാണ്. ഒന്ന് ഭാവന, ഇമാജിനേഷൻ എന്ന് പറയും, ഭാവന, ഇമാജിനേഷൻ. 2 യുക്തി, റീസൺ. അപ്പം നമുക്ക് വളരെ ലളിതമാണ്. 2 വാക്കുകൾ ഓർത്താൽ മതി. ഇമാജിനേഷൻ ആൻഡ് റീസൺ. ഭാവന, യുക്തി. ഇത് തമ്മിൽ പൊരുത്തമുള്ളപ്പോഴാണ് മനുഷ്യന് സമനിലയുണ്ട് എന്ന് നാം പറയുന്നത്. സമചിത്തതയുണ്ട്, സാനിറ്റിയുണ്ട്, സൽബോധമുണ്ട് എന്ന് നാം പറയുന്നു. ഇത് തമ്മിൽ ഈ 2 വലിയ കഴിവുകൾ അത് വ്യത്യസ്തമായ സ്വഭാവമുള്ള കഴിവുകളാണ്. ഭാവനയുടെ ഉദ്ദേശമൊന്ന്, യുക്തിയുടെ ഉദ്ദേശമൊന്ന്. ദ പേർപ്പസ് ഓഫ് ഇമാജിനേഷൻ ഈസ് വൺ തിങ്, ദ പേർപ്പസ് ഓഫ് റീസൺ ഈസ് അനദർ തിങ്. ഇത് 2ഉം നമുക്ക് വളരെ അനിവാര്യമാണ്, വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഇത് 2ഉം ഇല്ല എങ്കിൽ നാം മനുഷ്യരായി തീരുകയില്ല. ഇത് 2ഉം പരസ്പര പൂരിതമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മനുഷ്യത്വത്തിൽ ഒരു സന്തുലിത ഉണ്ടാകുകയുള്ളൂ. ആൻ ഈക്വിലിബ്രിയം ഇൻ അവർ പേഴ്സണാലിറ്റി. ആ സന്തുലിത നശിക്കുന്ന അവസ്ഥയ്ക്ക് ഭ്രാന്തെന്നാണ് സാധാരണ ഭാഷയിൽ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. മാഡ്നസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് മാഡ്നസ്? ഈ 2 പ്രധാനപ്പെട്ട കഴിവുകൾ, ഭാവനയും യുക്തിയും, അത് പരസ്പര പൂരിതമായി പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ ചില ആളുകളുടെ അവസ്ഥയിൽ ഈ ഭാവന അങ്ങ് മുന്നേറുകയും അത് ആധിപത്യം സ്ഥാപിക്കുകയും അതോടുകൂടെ അവൻ്റെ യുക്തി അങ്ങ് ഇല്ലാതാകുകയും ചെയ്യും. അപ്പോൾ ഭാവന മാത്രം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭാവന കയറ് പൊട്ടിച്ച് പ്രവർത്തിക്കുമ്പോൾ യാഥാർത്ഥ്യബോധത്തിന് ഒരു വലിയ കോട്ടം സംഭവിക്കുന്നു. ഞാൻ ആ അവസ്ഥയിലാണെങ്കിൽ ഞാൻ വിഭാവന ചെയ്യുന്നതാണ് യാഥാർത്ഥ്യമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു പോകും. അതെൻ്റെ അനുഭവമായി തീരും. ഇപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് വിഭാവന ചെയ്യുകയാണ്, അതാ എൻ്റെ ഗേറ്റ് ചവിട്ടി പൊളിച്ചൊരു ആന കയറി വരുന്നു എന്ന് ഞാൻ വിഭാവന ചെയ്യുമ്പോൾ യുക്തി എന്നോട് പറയണം, ഇല്ല, നിൻ്റെ ഗേറ്റ് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്, അത് പൊളിഞ്ഞിട്ടില്ലല്ലോ, മാത്രവുമല്ല ആനയെ കാണാനുമില്ലല്ലോ എന്ന് യുക്തിയാണ് എന്നോട് പറയുന്നത്. പക്ഷേ ആ യുക്തി എന്നിൽ പ്രവർത്തിക്കുന്നില്ല. ഞാനതിനെ 100% നിർവീര്യമാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ വിഭാവന പറയുന്നത് മാത്രമാണ് സത്യം. അങ്ങനെയാകുമ്പോൾ ഞാൻ അയ്യോ എന്നെ ആന കുത്താൻ വരുന്നേ എന്നും പറഞ്ഞ് ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടി നടക്കും. ഈ ഒരവസ്ഥയുടെ പേരാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ചില ഭ്രാന്തന്മാരെ നോക്കുമ്പോൾ അവർക്ക് എതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന വലിയ സൈന്യത്തോട് അവർ യുദ്ധം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളോട് അവർ മല്ലിടുകയാണ്, അവരെ ചീത്ത വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏതോ വലിയ പ്രശ്നമുണ്ട് അതിനെപ്പറ്റി പിറുപിറുക്കുന്നത്. ഞാനങ്ങനെ അനേകം പേരെ കണ്ടിട്ടുണ്ട്. അവരുടെ വിഭാവന, അവരുടെ യുക്തിയുടെ നിയന്ത്രണം വിട്ടിട്ട് അവരെയും കൊണ്ട് കാട് കയറി. ഈ അവസ്ഥയുടെ പേരാണ് ഭ്രാന്ത് എന്നുള്ളത്. ഈ ഒരവസ്ഥ മതത്തെ, ആത്മീയമായ അച്ചടക്കം ഉപേക്ഷിച്ച് മതം പറയുന്ന ചില കാര്യങ്ങൾ, കഥകൾ, കിംവദന്തികൾ, മതപരമായ മിത്തുകൾ, കഥകൾ, ചില പ്രവചനങ്ങൾ, അവ വസ്തുതയ്ക്കും യുക്തിക്കും വിരുദ്ധമാണെങ്കിലും, ഇപ്പോൾ ഇത് ഈ ക്ലിപ്പിൽ പറയുന്നത് പോലെ മാർത്തോമാക്കാരനായ നല്ല മനുഷ്യൻ
അമ്പോറ്റിയായ മനുഷ്യൻ. അദ്ദേഹം പറയുന്നത് ലോകം ഉണ്ടായിട്ട് 6025 വർഷമേ ആയിട്ടുള്ളൂ എന്നതിൽ അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിൽ അള്ളിപ്പിടിച്ചിരിക്കുകയുമാണ്. എന്ന് മാത്രവുമല്ല, ഈ 6025 വർഷത്തിന് ശേഷം ഇനിയും കൂടിപ്പോയാൽ 4 വർഷം കൂടെ ഇനിയും ലോകമുള്ളൂ എന്ന് അദ്ദേഹത്തിന് 100% നിശ്ചയമാണ്. അതിന് തെളിവ് വേണമെന്നില്ല, എന്തെങ്കിലും ബേസിസ് വേണമെന്നില്ല. അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, അതുകൊണ്ടത് സത്യമാണ്. അതെ, ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു? എൻ്റെ ഭാവനയിൽ അതാണ്. എൻ്റെ മതപരമായ റിലീജിയസ് ഇമാജിനേഷൻ എന്ന് പറയും. റിലീജിയസ് ഇമാജിനേഷൻ, എൻ്റെ മതപരമായ ഭാവനയിൽ ഇതാ ലോകം അവസാനിക്കാൻ പോകുന്നു. ഇങ്ങനെ ലോകം അവസാനിക്കാൻ പോകുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് വന്ന അനേകം ആളുകളെ 1959 ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. അവരൊക്കെ ഈ നല്ല അവസ്ഥയിലായിരുന്നു. അല്പം ലൂസ് എന്ന് നമ്മൾ പറയും, കിറുക്ക് എന്ന് പറയും, ഇംഗ്ലീഷിൽ മാഡ്നസ് എന്ന് പറയും. അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ സൂചിപ്പിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ നല്ല ഉദ്ദേശമുള്ള വ്യക്തി തൻ്റെ കൂട്ടുകാരനെ ഓസ്ട്രേലിയയിൽ വിളിച്ച് ഉപദേശിക്കുന്നത് 4 വർഷം കൊണ്ട് ലോകം അമേരിക്ക തകരാറിലാകാൻ പോവുകയാണ്. അപ്പോൾ ആഹാരമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ ആഹാരം വാങ്ങിച്ച് സൂക്ഷിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 4 വർഷം പഴക്കമുള്ള ആഹാരം ഇദ്ദേഹം കഴിക്കാൻ പോവുകയാണ്. 4 വർഷത്തിന് ശേഷം പിന്നെ എത്ര നാൾ ജീവിക്കും? 10-20 വർഷമൊക്കെ ജീവിക്കാനുള്ള ആഹാരം ഇദ്ദേഹം വാങ്ങിച്ച് കൂട്ടി വെക്കുകയാണെന്ന് പറയുമ്പോൾ ആ അവസ്ഥയുടെ പേരെന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചതുമായിട്ട് വല്ല വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇദ്ദേഹത്തിന് നന്നേ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അതിന് ഉപോത്ബലകമായി പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരവസ്ഥയാണ്. അതിലേക്ക് ഞാൻ ഉടനെ പ്രവേശിക്കുന്നതായിരിക്കും. തൽക്കാലം ഞാനത് കൈകാര്യം ചെയ്യുന്നില്ല. അതിൻ്റെ ഞാനിപ്പോൾ അവതരിപ്പിച്ച ആശയത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ആ സ്ത്രീ. അവർ മരിച്ചു. കുറച്ച് മണിക്കൂർ നേരം, 4-5 മണിക്കൂർ നേരം ശരീരം വിട്ടു, അവർ സ്വർഗത്തിൽ പോയി. ഏതായാലും അതൊരു നല്ല കാര്യമാണ്. കാരണം സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് അതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുവാൻ ആരെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. അവിടെ വലിയ സൗന്ദര്യമാണ്, എല്ലാം മനോഹരമാണെന്ന്. എന്താണ് ഈ മനോഹാരിതയെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ സഹോദരിയുടെ കാഴ്ചപ്പാടിൽ എന്താണ് മനോഹരം, എന്താണ് വൈരൂപ്യം നമുക്കറിഞ്ഞുകൂടാ. ഓരോരുത്തരും അവരവരുടെ മാനദണ്ഡം അനുസരിച്ച് സ്വർഗം മനോഹരമാണ് എന്ന് പറയുകയാണ്. വേദപുസ്തകത്തിൽ തന്നെ സ്വർഗത്തിൽ ഇങ്ങനെ സ്വർണം കൊണ്ട് പൂശിയ റോഡുണ്ട്, അവിടെ വൈരവൊക്കെ പതിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ വിഭാവന ചെയ്ത ആളുകളുടെ താല്പര്യങ്ങളാണ് എന്നതിനപ്പുറത്ത് അതിനെന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മാത്രവുമല്ല, അങ്ങനെയുള്ളൊരു സ്വർഗത്തിൽ പോകാൻ എനിക്ക് വലിയ പ്രയാസമാണ്. കാരണം ഈ സ്വർണം പാകിയ വഴിയിൽ കൂടെ നടന്നാൽ മൂക്കടിച്ച് വീഴും. പല്ല് 32 പോകും. 32 പല്ലുണ്ടെങ്കിൽ ഉള്ള പല്ല് മുഴുവനും പോകും. നടക്കാൻ തീരെ കൊള്ളാത്തൊരു ഒരു വഴിയായിട്ടത് മാറും. അതിൻ്റെ കൂടെ വിലയേറിയ രത്നങ്ങളും കല്ലുകളും ഒക്കെ പതിപ്പിച്ചാൽ തീർന്നു. അതുകൊണ്ട് തീർന്നു. ആർക്കും ഉപയോഗിക്കാൻ കൊള്ളാത്ത വഴികളായിരിക്കും അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുപകരം നാട്ടിലെ പണ്ടത്തെ പാതയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ധൈര്യമായിട്ട് നടക്കാം. അപ്പോൾ ഇത് ഓരോരുത്തരുടെ സങ്കല്പങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഭാവന, ഇമാജിനേഷൻ എന്ന ആ ഒരു മനുഷ്യൻ്റെ ആ കഴിവിനെ ഞാൻ പരാമർശിക്കാൻ കാര്യം ഇതൊക്കെ ഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ യുക്തിയുടെ ഒരു കണിക നമ്മുടെ ഈ സഹോദരനിലുണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഈ 4 വർഷത്തേക്കുള്ള 4 വർഷത്തിന് ശേഷം കഴിക്കാനുള്ള ആഹാരം ഇപ്പോഴേ വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ വീട് മുഴുവനും ആഹാരം കൊണ്ട് ഇപ്പം നിറഞ്ഞിരിക്കുകയായിരിക്കും. ഒരു മുറി മുഴുവനും ഇറച്ചി, മറ്റേ മുറി മുഴുവനും മീൻ, ഇപ്പുറത്തെ മുറി മുഴുവനും അരിയും ഗോതമ്പും, അപ്പുറത്തെ മുറി മുഴുവനും പച്ചക്കറികൾ,
പിന്നെ വേറെ മറ്റേ മുറിയിൽ ഉപ്പ്, മുളക്, എണ്ണ, വെണ്ണ, കിണ്ണ, ഇതൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ നിറച്ചിട്ട് അദ്ദേഹം വെളിയിൽ പോയി. പിന്നെ വീട്ടിനകത്ത് കയറി കാല് കുത്തി നിൽക്കാൻ സ്ഥലമില്ല. അദ്ദേഹം വെളിയിൽ പോയി ഒറ്റക്കാലിൽ നിന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഉറക്കം. അതുകൊണ്ടാണ് തൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഈ സഹോദരൻ, അതായത് ഈ മെസ്സേജ് എനിക്ക് അയച്ച സഹോദരൻ സൂചിപ്പിച്ച അതിനെപ്പറ്റി ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മതപരമായ കാര്യങ്ങൾ, ഞാൻ ആത്മീയതയെപ്പറ്റി അല്ല പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശു മതപരമായ ഒരു കാര്യവും പഠിപ്പിച്ചിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല, നൽകിയിട്ടില്ല. യേശുവിൻ്റെ ദൗത്യമോ മനുഷ്യനെ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും, മതം എല്ലാ മനുഷ്യരിലും എപ്പോഴും ഉണർത്തുന്ന ഭ്രാന്തിൽ നിന്നും വിടുവിച്ച് അവന് സമചിത്തത നൽകി സമൃദ്ധമായ ജീവനിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം സഹായിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ദൗത്യമെന്ന് സുവിശേഷത്തോട് വിദൂര ബന്ധമുള്ളവർക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആ നാളും നാഴികയും ആർക്കും അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. എന്നാൽ യേശു മണ്ടനാണ്, ഇങ്ങനെയുള്ള ആളുകൾ മിടുക്കന്മാരാണ്, അവർക്ക് കൃത്യമായിട്ടറിയാം ഇനിയും കൂടിപ്പോയാൽ 5 വർഷം, 6 വർഷം, 7 വർഷം. കാരണം ഭൂമി ഉണ്ടായിട്ട് 6025 വർഷമായെന്ന് ഓർത്തോണം. 1 വർഷം കൂടിയില്ല, 1 വർഷം കുറഞ്ഞില്ല, സൂക്ഷം 6025 വർഷമാണ്. അത് കഴിഞ്ഞ് ഇത്ര വർഷം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞ് പോയി. പിന്നെ യേശു വരുന്നു, പിന്നെ 7 വർഷം ഇവിടെ താമസിക്കുന്നു, പിന്നെ 1000 വർഷം ആകാശത്ത് പോയി താമസിക്കുന്നു എന്നാണ് പറയുന്നത്. ആകാശത്ത് പോയി ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേത്ത ആളുകളാണ്. ഇനി അത് ഞാൻ ഇച്ചിരി ഒന്ന് പരാമർശിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം വസ്തുനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ ഇങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് പൊതുവായൊരു സ്വഭാവമുണ്ട്, പൊതുവായൊരവസ്ഥയുണ്ട്. എന്താണെന്നറിയാമോ? അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം വേണ്ട പോലെ ഭംഗിയായി കൈകാര്യം ചെയ്യുവാനും അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനും അല്പം പോലും കഴിവില്ലാതെ ജീവിതത്തിൽ പരാജയമായിരിക്കുന്നവർ മാത്രമേ ഇങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഇങ്ങനെ ചിന്തിക്കണമെന്ന് യേശു ഒരിക്കൽ പോലും ആരെയും ഉത്ബോധിപ്പിച്ചിട്ടില്ല, പ്രേരിപ്പിച്ചിട്ടില്ല. യേശുവിൻ്റെ പ്രേരണ ആദ്യം മുതൽ അവസാനം വരെ, നിങ്ങൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുവീൻ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തെ നിങ്ങൾ വിലമതിക്കുവീൻ, നിങ്ങളുടെ ജീവൻ്റെ പരിശുദ്ധിയും വെളിച്ചവും കാത്തു സൂക്ഷിപ്പീൻ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുടെ പൂർണ്ണത അന്വേഷിപ്പീൻ, നിങ്ങൾ ലോകത്തിന് വെളിച്ചമായിരിപ്പീൻ, ഭൂമിയുടെ ഉപ്പായിരിപ്പീൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുപ്പീൻ. സ്വർഗരാജ്യം ഒരു കടുകുമണിക്ക് സദൃശം, അത് വളർന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വന്ന് കൂടുവെക്കണം, മറ്റുള്ളവർക്ക് നീ ഒരു അഭയമാകണം, ഒരു ശരണമാകണം. ഇതാണ് യേശുവിൻ്റെ പഠിപ്പീര്. നിങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ ജീവിതത്തെ നിർവീര്യമാക്കരുതെന്ന്, നിങ്ങൾ മതപക്ഷപാത രോഗികളാകരുത് എന്നതാണ് യേശുവിൻ്റെ പഠിപ്പീര്, യേശുവിൻ്റെ നിർബന്ധം, യേശുവിൻ്റെ നിർദ്ദേശം. എന്നാൽ അത് പരിപൂർണമായി ഉപേക്ഷിച്ചിട്ട് ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ ഈ ജീവിതത്തിൻ്റെ മനോഹരമായ സാധ്യതകളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം എന്ന വിധത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, വർത്തമാനകാലത്തിലെ ചുമതലകളും സാധ്യതകളും വെറും പിണ്ണാക്കാണ്. ആകെപ്പാടെ എനിക്ക് താല്പര്യമുള്ളത് വരാൻ പോകുന്ന ഭാവി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ വർത്തമാനകാലം പോലെയും നിങ്ങളുടെ ഭൂതകാലം പോലെയും ആയിരിക്കും. നിങ്ങൾക്കൊരു നിത്യതയുണ്ടെങ്കിൽ ആ നിത്യതയും ഈ വർത്തമാനകാലത്തിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിച്ച സാധ്യതകളെ നിങ്ങൾ എത്രമാത്രം കാര്യക്ഷമമായി ഉത്തരവാദിത്വ ബോധത്തോടെ കൈകാര്യം ചെയ്തുവോ അതനുസരിച്ച് മാത്രമായിരിക്കും എന്നതാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ലോകത്തിൽ പരാജയപ്പെടുന്നവൻ, ഈ ലോകത്തിൽ അർത്ഥശൂന്യമായി ജീവിക്കുന്നവൻ, ഫലശൂന്യമായ ജീവിതത്തെ പാഴാക്കുന്നവൻ ഒരിക്കലും നിത്യത കാണുകയില്ല.
അവൻ യേശുവിൻ്റെ രണ്ടാം വരവിൽ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. യേശു അവനെ മാറോടടയ്ക്കും എന്ന് പറയുന്നത് മുഴുഭ്രാന്താണ്. അവൻ സ്വർഗത്തിൽ പോയി ഏതാണ്ടൊക്കെ കാണിക്കുമെന്ന് പറയുന്നത് മുഴുഭ്രാന്താണ്. എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സങ്കടമാണ്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഒരു തരത്തിലുള്ള ഭ്രാന്താണ്. ഈ ഭ്രാന്ത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. നാം മതപരമായ മേഖലയിൽ വരുമ്പോൾ നമുക്ക് യാതൊരു യാഥാർത്ഥ്യബോധവും ഉണ്ടാകുകയില്ല. അങ്ങനെ യാഥാർത്ഥ്യബോധം ഉണ്ടാകുന്നത് അവിശ്വാസിയുടെ ലക്ഷണമാണ് എന്നാണ് പുരോഹിതന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും ജീവിത യാഥാർത്ഥ്യങ്ങളെ കേന്ദ്രീകരിച്ച്, സത്യത്തെ ആശ്രയിച്ച്, നീതിയെ അവലംബിച്ച് ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം നമ്മൾ നയിക്കണമെന്ന് നമ്മെ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അതിനുവേണ്ടി നമ്മെ പരിശീലിപ്പിച്ചിട്ടുമില്ല. ആകെപ്പാടെയുള്ള ഇതാ മരണാനന്തര ഒരു ജീവിതമുണ്ട്. അവിടെ നീണാൾ വാഴും, നിത്യതയാണ്, അവസാനിക്കാത്ത സന്തോഷമാണ്. എന്നാൽ സന്തോഷം നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ സന്തോഷം പ്രാപിച്ചുകൂടെ? അവിടെ ചെന്ന് സന്തോഷിക്കണമെങ്കിൽ, സന്തോഷിക്കാൻ നിനക്ക് മനസ്സുണ്ട്, നീ ലോകത്തിൽ നിന്ന് കാണിക്കണ്ടേ? അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാനും നീ മൂലം മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ അബദ്ധത്തിലെങ്കിലും ഒരു സന്തോഷമുണ്ടാകുവാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യുന്നുണ്ടോ? ഇനി സമയം പോകുന്നത് കൊണ്ട് ഞാൻ ഈ ഭാഗം ഒന്ന് വിട്ടിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ വോയിസ് മെസ്സേജ് അയച്ച സുഹൃത്ത് പറയുന്നത്, ആ വോയിസ് അദ്ദേഹത്തെ ഉപദേശിച്ച ആത്മീയ ഗുരു അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ സങ്കടം വന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാൻ അതുകൊണ്ട് വിവരിച്ച് കൂടുതലായ സമയം കളയുന്നില്ല. അല്പം പോലും സന്തോഷവും ഒരു വെളിച്ചവുമില്ലാത്ത മുഖം. എന്നാൽ അദ്ദേഹത്തിനാണ് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള എല്ലാ പ്രവചനപരങ്ങളും ഉള്ളത്. ഇങ്ങനെയുള്ളൊരു വിരോധാഭാസം ഇത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സുഹൃത്തുക്കളെ, സത്യമായി എനിക്ക് ഏവരോടും പറയാനുള്ളത്, നമ്മുടെ മതബോധത്തിൽ കൂടെയും, ഏത് മതവുമായിക്കൊള്ളട്ടെ, ആചാരങ്ങളിൽ കൂടെയും, അത് നമ്മളിൽ ഉണർത്തുന്ന ചില ഭീതികളിൽ കൂടെയും വ്യസനങ്ങളിൽ കൂടെയും നാം രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വ്യസന രോഗമെന്നാണ് പറയേണ്ടത്. റിലിജിയസ് ആങ്സൈറ്റി. നാം മതമേഖലയിൽ നിൽക്കുന്നത് ഈ വ്യസന രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് മാത്രമാണ്. ആരെങ്കിലും മതപരമായി കൂടുതൽ മുഴുകുന്നുണ്ടോ, അവരെല്ലാം ഈ വ്യസന രോഗത്തിൻ്റെ അടിമകളായി തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്, ഡു നോട്ട് ഫിയർ. ആരോടാണ് പറയുന്നത്? മതമേഖലയിൽ നിൽക്കുന്ന മതതീവ്രതയുള്ള വലിയ ഭക്തിയുള്ള ആളുകളോടാണിത് പറയുന്നത്. നിരീശ്വരവാദികളോടല്ല യേശു പറയുന്നത്. മതത്തിൻ്റെ മേഖലയിൽ ആരൊക്കെ സ്ഥിതി ചെയ്യുന്നു അവരോടാണ് ആവർത്തിച്ച് യേശു പറയുന്നത്, നിങ്ങൾ ഭയക്കരുത്. തൻ്റെ ശിഷ്യന്മാർ തൊട്ട് എല്ലാവരോടും പറയുന്നതാണ് കാരണം നിങ്ങൾ മറ്റുള്ള എല്ലാവരും അനുവർത്തിക്കുന്നത് പോലെ മതം അനുവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. നിങ്ങൾ മാനസിക രോഗികളാകും. നിങ്ങളുടെ അവസ്ഥയുടെ പേര്, റിലിജിയസ് ഡിസീസിൻ്റെ പേര് റിലിജിയസ് ആങ്സൈറ്റി എന്നാണ്. ആങ്സൈറ്റി ഡിസോർഡർ ഇല്ലാത്ത വിശ്വാസികളില്ല എന്ന സത്യം ദയവായി മനസ്സിലാക്കുക. എന്നാൽ ഈ ആങ്സൈറ്റി ഡിസോർഡറിനെ മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ടാണ് പുരോഹിതവർഗം അവർ ഈ വലിയ കൊയ്ത്ത് നടത്തുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നീ പാപിയാണ്. ഒരു പെന്തക്കോസ് പാസ്റ്റർ എപ്പോഴും തുറന്നാലുണ്ടെ പറയും, പുഴുവായി യാക്കോബേ. മനുഷ്യരെല്ലാവരും അദ്ദേഹത്തിലാണ് പുഴുക്കളാണ്. താൻ മാത്രം പുഴുവല്ല, ബാക്കിയെല്ലാവരും പുഴുക്കളാണ്. എന്തുകൊണ്ടാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പുരോഹിതം നോക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആകെപ്പാടുള്ളത് പാപം? വേറെ ഒന്നുമില്ല, പാപം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് നീ എല്ലാ ആഴ്ചയും വന്ന് കുമ്പസാരിക്കേണ്ടതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് വചനമെടുത്ത് എപ്പോഴും നീ പാപിയാണെന്ന് തെളിയിക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ താറെടുത്തുകൊണ്ട് വരുന്നതെന്നറിയാമോ?
നിങ്ങളെ മാനസിക രോഗികളാക്കാനാണ്. ദയവായി മനസ്സിലാക്കുക. അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങൾ പാപികളാണ്, നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും പാപമാണ്, അങ്ങോട്ട് തിരിഞ്ഞാൽ പാപം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പാപം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നാം മതമേഖലയിൽ ആകെപ്പാടെ പിടിച്ചു നിൽക്കുന്നത് നിത്യത ഓർത്തിട്ടാണ്. ഈ ലോകത്തിലെ കഷ്ടവും അരിഷ്ടതയൊക്കെ പോട്ടെ, കഷ്ടങ്ങൾ സാരമില്ല, ദുഃഖങ്ങൾ സാരമില്ല, വരുവാനുള്ള ലോകത്തിലെ നിത്യജീവൻ മതി എനിക്ക് എന്നൊക്കെ നമ്മൾ പാടുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെ നീ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാം? അനുദിനം നിത്യതയെപ്പറ്റിയുള്ള നമ്മുടെ പ്രത്യാശ നാം അറിയാതെ നശിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതേസമയം തന്നെ എന്നിൽ ആ പ്രത്യാശ അസ്തമിച്ചു പോകുന്നത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. അങ്ങനെ പറഞ്ഞാൽ നീ അവിശ്വാസിയാണ് എന്ന് മുദ്ര കുത്തപ്പെടും. അവിടെ പോയാൽ അടി, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അടി, അങ്ങോട്ട് തിരിഞ്ഞാൽ പാപി, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രത്യാശയില്ലാത്തവൻ. നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. യേശു അങ്ങനെ ആരെയെങ്കിലും കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാമോ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആധികാരികമായി പറയാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ദേവദാസനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മെത്രാനെ കണ്ടിട്ടുണ്ടോ? കത്തനാരെ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. കാരണം അവരെല്ലാവരും മനുഷ്യരെ മാനസിക രോഗികളാക്കുന്നതിൽ കൂടെയാണ് അവരെ ഇതിൽ അടക്കി നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, വിവരമുള്ളവരൊക്കെ പറയുന്ന കാര്യമാണ് എന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ ഞാനൊരു ചെറിയ റെഫറൻസ് പറയാൻ പോകുകയാണ്. ആ റെഫറൻസ് 1825 പ്രസിദ്ധീകരിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ആ പുസ്തകം നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഈ പുസ്തകത്തെപ്പറ്റി ആരും ഒരിക്കലും പ്രതിപാദിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാനതിൻ്റെ ടൈറ്റിലും അതെഴുതിയ ആളിൻ്റെ പേരുമൊക്കെ ഒന്ന് വളരെ സാവകാശത്തിൽ പറയാൻ പോവുകയാണ്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിരിക്കണം എന്നെനിക്ക് വലിയ താല്പര്യമുണ്ട്. നിങ്ങളുടെ കണ്ണ് തുറക്കും. ആ പുസ്തകത്തിൻ്റെ പേര് ലെറ്റേഴ്സ് ഫ്രം സ്പെയിൻ എന്നാണ്. ലെറ്റേഴ്സ് ഫ്രം സ്പെയിൻ, സ്പെയിനിൽ നിന്നുള്ള എഴുത്തുകൾ. അതെഴുതിയിരിക്കുന്നത് ഫാദർ ഡോബ്ലാഡോ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്. ഫാദർ ഡോബ്ലാഡോ, DOBLADO, ഫാദർ ഡോബ്ലാഡോ. ലെറ്റേഴ്സ് ഫ്രം സ്പെയിൻ ബൈ ഡോബ്ലാഡോ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നെറ്റിൽ നിന്ന് അത് പെട്ടെന്ന് നിങ്ങൾക്കത് കിട്ടും, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ അതിലെ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി കുറിച്ച് വെച്ചിരുന്നത് വായിച്ചിട്ട് അതിനുബന്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഞാൻ ഉദ്ധരിക്കാൻ പോവുകയാണ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വിശദീകരിക്കുന്നതായിരിക്കും. ഇറ്റ് ഈസ് എ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് എ മൈൻഡ് പെർപ്പച്വൽ, അതായത് റിലീജിയസ് ആങ്സൈറ്റിയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. റിലീജിയസ് ആങ്സൈറ്റി ആണ് കന്യാസ്ത്രീകളുടെയും പുരോഹിതന്മാരുടെയും അവസ്ഥ എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്ന വാചകമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. It is the natural state. What is the natural state? Religious anxiety is the natural state of a mind perpetually dwelling on hopes connected with an invisible world. അദൃശ്യമായ, ഈ ലോകത്തിന് അതീതമായ ഒരു അവസ്ഥയെപ്പറ്റി മാത്രം പ്രത്യാശ വെക്കുന്ന ഒരു മനസ്സ്, ഒരു വ്യക്തി സ്വാഭാവികമായി അനുഭവിക്കുന്ന അവസ്ഥയുടെ പേരാണ് ഈ മതവിഷാദ രോഗം, റിലീജിയസ് ആങ്സൈറ്റി എന്നുള്ളത്. ഒരു കത്തോലിക്ക പുരോഹിതൻ പറയുന്നതാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് എ മൈൻഡ് പെർപെച്വലി ഡ്വെല്ലിംഗ് ഓൺ ഹോപ്സ് കണക്റ്റഡ് വിത്ത് ആൻ ഇൻവിസിബിൾ വേൾഡ് ആൻഡ് ആങ്ഷ്യസ്ലി പ്രാക്ടീസിങ് മീൻസ്, വളരെ എന്താണ് പറയുന്നത്, ഭീതിയോടുകൂടെ, കരുതലോടുകൂടെ അവിടെ എത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് എപ്പോഴും അന്വേഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ആങ്ഷ്യസ്ലി പ്രാക്ടീസിങ് മീൻസ് ടു അവോയ്ഡ് ആൻ അൺഹാപ്പി ലോട്ട് ഇൻ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് എന്തായാലും ഞാൻ നരകത്തിൽ പോകുമോ, ഞാൻ സ്വർഗത്തിൽ പോകുമോ, എൻ്റെ ഇതുവരെയുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എങ്ങോട്ട് പോകാനാണ് ടിക്കറ്റ് പത്രോസ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന ഭീതി എപ്പോഴും ഇങ്ങനെയുള്ളവരുടെ മനസ്സിലുണ്ടായിരിക്കും. So to avoid the unhappy lot in it, which keep, that is, ഇങ്ങനെയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള പ്രാക്ടീസസ്, റിലീജിയസ് ഡിസിപ്ലിൻ, which keep the apprehended danger forever present in the imagination.
ഇമാജിനേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്കെന്ത് സംഭവിക്കുമെന്ന ഭീതി ഇവരെ എപ്പോഴും കാർന്നു നിന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ആ വാചകം ഒന്നുകൂടെ വായിക്കാൻ പോകുകയാണ്. It is a natural state of a mind perpetually dwelling on hopes connected with an invisible world and anxiously practicing means to avoid an unhappy lot in it, which keep, that is the practice of these means, which keep the apprehended danger forever present to the imagination. അവരെ എപ്പോഴും ഈ ഒരു അവസ്ഥ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ വീഡിയോ ക്ലിപ്പിൽ പ്രതിപാദിക്കപ്പെടുന്ന സഹോദരൻ ഈ 4 വർഷം കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ആഹാരം കൊണ്ട് വീട് ഇപ്പോഴേ നിറച്ചിരിക്കുന്ന നല്ല സുബോധമുള്ള മതപരമായ ആ വലിയ ഭയഭക്തിയുടെ കൊടുമുടിയുടെ മുകളിൽ കയറിയിരിക്കുന്ന ഈ സഹോദരന് അയ്യോ ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോവുകയാണ് ആ അവസ്ഥ. അതുപോലെ തന്നെ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്ന, സ്വർഗം പോയി കണ്ടിട്ട് വന്ന ഈ സ്ത്രീ, അങ്ങനെ എത്രയോ പേരുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം 4 വർഷത്തിന് മുൻപ് അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു മിടുക്കനായ ഒരു പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പ്രവചനം യൂട്യൂബിൽ കിടപ്പുണ്ട്. അമേരിക്കയിൽ ചെന്ന് അദ്ദേഹം ഉടലോടെ സ്വർഗത്തിൽ പോയെന്നും അവിടെ ചെന്നപ്പോൾ ഒരു പ്രത്യേക കൗൺസിലിൽ അദ്ദേഹത്തെ ആനയിച്ചുവെന്നും ആ കൗൺസിൽ പ്രിസൈഡ് ചെയ്ത് യേശുക്രിസ്തു ആണെന്നും യേശുക്രിസ്തു ആ കൗൺസിലിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തോട് പറഞ്ഞുവെന്നും ട്രംപാണ് വിജയിക്കാൻ പോകുന്നത്, ട്രംപ് വിജയിക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയാണ്, കാരണം അമേരിക്കയെ പറ്റിയുള്ള എൻ്റെ പ്രത്യാശകൾ നിർവഹിക്കാൻ കഴിവുള്ള ഏക വ്യക്തി ട്രംപാണ്, അതുകൊണ്ട് ട്രംപ് മാത്രമേ വിജയിക്കാൻ സാധ്യമാകൂ എന്ന് പ്രവചിച്ച മനുഷ്യൻ അവൻ ഇപ്പോഴും മിടുക്കനായിട്ട് നടപ്പുണ്ട്. അവനെയും കൊണ്ട് എവിടെയെങ്കിലും ഉളമ്പാറയിലോ എവിടെയെങ്കിലും കൊണ്ട് ചേർക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥ അവിടെയും ഇവിടെയും 1-2 ആളുകൾക്കല്ല, വളരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ അവസ്ഥയിലാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ഈ റിലീജിയസ് ആങ്സൈറ്റിയിൽ പെട്ടിരിക്കുന്നവരാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ വലിയ അങ്കലാപ്പ് വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇപ്രകാരമുള്ള ഭക്തിയും മത ആചാരങ്ങളും മതബോധങ്ങളും മതപരമായ സ്വാധീനങ്ങളും നമ്മെ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും ഞാൻ വന്നു. എന്താണ് ഞാനെന്ന് പറയാൻ കാര്യം? നിങ്ങൾ ഇതുവരെ യഹൂദ മതത്തിൻ്റെ അടിമകളായി നിന്ന് നിങ്ങളുടെ അവസ്ഥ എത്ര പരിതാപകരമായി പോയി എന്ന് നിങ്ങൾ അറിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ യേശു യഹൂദിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഹൃദയം പൊട്ടി പറയുന്നുണ്ട്, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇവരിതാ അന്യാധീനപ്പെട്ടിരിക്കുന്നു. അവിടെ അവസ്ഥ പരിതാപകരമാണ്. അത് കണ്ട് മനസ്സ് നൊന്താണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇന്നുവരെ ക്രിസ്ത്യാനി തിരിച്ചറിയുന്നില്ല. നമ്മെ വിഷാദരോഗികളാക്കുകയാണ്, നമ്മുടെ സമചിത്തത നശിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ അങ്കലാപ്പ് കൊണ്ട് നിറയ്ക്കുകയാണ്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ വിഷം ചേർക്കുകയാണ്. ഇതല്ല യേശുവിൻ്റെ മാർഗം. ദയവായി മനസ്സിലാക്കുക, ഇതല്ല യേശുവിൻ്റെ മാർഗം. യേശുവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റി കൂടുതലായിട്ടൊന്നും പ്രതിപാദിക്കാൻ ഇതിനകത്ത് ഇനിയും സമയമില്ല, നിർത്താൻ പോകുകയാണ്. ഒരു വാക്ക് മാത്രം ഞാൻ പറയട്ടെ. യേശുവിൻ്റെ 2ാം വരവുണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം യേശുവിൻ്റെ 1ാമത്തെ വരവിൽ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആത്മീകമായ വെളിച്ചം, ആത്മീകമായ അച്ചടക്കം, ആത്മീകമായ ദർശനം അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ സത്യസന്ധമായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ? ഇല്ല എങ്കിൽ അവൻ്റെ 2ാം വരവിന് വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് ഭ്രാന്താണ്, ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ പറയുന്നവരെ വിട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളുവിൻ. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 4 വർഷം കഴിഞ്ഞ് കഴിക്കേണ്ട ആഹാരം ഇപ്പോഴേ വാങ്ങിച്ച് വെക്കുന്നതിനേക്കാൾ പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് ബുദ്ധി, അതാണ് ആരോഗ്യം. ദയവായി ഭ്രാന്തിനെ ഭ്രാന്തായും സത്യത്തെ സത്യമായും ദൈവികമായതിനെ ദൈവികമായും തിരിച്ചറിയാനുള്ള അടിസ്ഥാനപരമായ വിവേചന ബുദ്ധി പ്രാപിപ്പാൻ സഹോദരങ്ങൾ സുഹൃത്തുക്കളായ നിങ്ങളേവരും കൂട്ടാക്കണമേ
എന്ന് വിനീതമായി നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഈ ഉള്ളവൻ ചിന്തകൾ ഉപസംഹരിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തക്കവണ്ണം കൂട്ടാക്കിയ ഈ സുഹൃത്തിനോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.